നമസ്കാരം, ഞാൻ ജെയിംസ് കാരൂര്. ഇപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടിട്ട് ഞാനിവിടെ നിർത്തിയാണ്. യദുകൃഷ്ണനാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാമല്ലോ, എന്താണ് ഇതിൻ്റെ സംഭവം? ഇവിടെ ഇത് കേശു നിയമം പ്രസിഡന്റും ജില്ലാ ഭാരവാഹികളൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ ഒരു സമരവുമായിട്ടാണ് രാവിലെ സ്കൂളിലേക്ക് വന്നത്. സമരത്തിന് മുമ്പായി ഒരു മുന്നറിയിപ്പ് സ്കൂൾ അധികാരികൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും രാവിലെ കടന്നു വന്നത്. കാരണം പ്രധാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലയിൽ തന്നെ തേവലക്കരയിൽ കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ ഒരു മിഥുൻ എന്ന് പറയുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദാരുണമായ വിഷയം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ വേദനയും ഞെട്ടലും നമ്മൾ മാറിയിട്ടില്ല. അതിന് തൊട്ടടുത്ത ദിവസമാണ് നെടുമങ്ങാട് ഈ മരം ഒടിഞ്ഞു വേണ്ട ഒരു കുട്ടിക്ക് ഷോക്കേറ്റ സംഭവം, ഒരു യുവാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും പത്തനാപുരം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് LP സ്കൂളിൽ നിരവധിയായ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ ഈ പ്രധാനപ്പെട്ട കണക്ഷൻ പോകുന്ന ലൈനിൽ മുട്ടി നിന്നിട്ട് ആ മരം മുഴുവനും നനഞ്ഞു നിൽക്കുകയാണ്. കുട്ടികൾ ഇതിൽ പിടിച്ച് കറങ്ങുകയും കളിക്കുകയും ചെയ്യുന്ന ഇടങ്ങളാണ്. ഈ പ്രദേശത്ത് ഇതുവരെ ഇത് മുറിച്ചു മാറ്റാനോ കോതാനോ ഇതിന് വേണ്ടുന്ന ഈ ലൈനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി KCBയോ പഞ്ചായത്തോ സ്കൂളോ പോയിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥ. ഇന്നിപ്പോൾ ഞങ്ങൾ HMനെ തടഞ്ഞു വെച്ച് സംസാരിക്കുന്ന സാഹചര്യമുണ്ട്. HM നമ്മളോട് പറഞ്ഞത് AEO ഞങ്ങൾക്കൊരു നിർദ്ദേശം നൽകി, എന്തെങ്കിലും ഇത്തരത്തിലേക്കുള്ള ലൈനുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് കത്ത് കൊടുക്കണമെന്ന്. എന്തുകൊണ്ടാണ് AEO അത്തരത്തിലൊരു നിർദ്ദേശം വന്നത്? മിഥുൻ എന്ന് പറയുന്നൊരു കുട്ടി മരണപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടാണ്. ഇനിയും ഇവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നുവരെ ആ കത്ത് കൊടുത്തിട്ടില്ലെന്ന് ഇവർ പറയുന്നു. പഞ്ചായത്ത് അധികാരികൾ സ്കൂളിൽ വന്ന് നോക്കിയിട്ടില്ല എന്ന് പറയുന്നു. KCBക്കാർ നോക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഇനി എപ്പോഴാണ് ഇവർ ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു കുട്ടിയുടെ മരണം ഉണ്ടാകരുതേ എന്നുള്ള 100% പ്രാർത്ഥനയും വേദനയിലുമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയും അത്തരമൊരു ധാരണ സംഭവം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അപകടം ഉണ്ടായിട്ടോ മാത്രമേ ഇവർ ചെയ്യൂ എന്നുള്ള അവസ്ഥയിൽ മുമ്പോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം വളരെ ഗൗരവമായി, അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കുവാൻ മുന്നറിയിപ്പായി വന്ന് നിന്ന് ഇവിടെ പ്രിൻസിപ്പാൾ അടക്കമുള്ളവരെ തടഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ HM ഞങ്ങൾക്ക് നൽകി ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആ മരം മുറിച്ച് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യും. KCB ആയിട്ട് പഞ്ചായത്തുമായി ഇന്ന് തന്നെ അവർ ബന്ധപ്പെടും. നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്കൂൾ തന്നെ സ്വന്തം നിലയിൽ പൈസ കണ്ടെത്തി മരം മുറിക്കാൻ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഇന്ന് മുറിച്ച് മാറ്റാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് പഞ്ചായത്തിൻ്റെ അധീനം നിൽക്കുന്ന കെട്ടിടമായതിനാൽ നമുക്ക് നിയമപരമായി നമ്മൾ കയറി മുറിക്കുന്നതിനകത്ത് നിയമപരമായ പ്രശ്നമുണ്ട്. എന്നിരുന്നാലും പഞ്ചായത്ത് സ്കൂളിൻ്റെ HMൻ്റെ വാക്ക് SHO പത്രാറ് SHO അടക്കമുണ്ട് ഉണ്ടായിരുന്നു. അവരെല്ലാം ഇന്ന് മുറിച്ച് മാറ്റുമെന്ന് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ പോവുകയാണ്. അത്രയും നേരം KCB ലൈൻ ഓഫ് ചെയ്ത് തരാമെന്നും പറയുന്നുണ്ട്. ഇത് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത ദിവസം ഈ സ്കൂളിൽ കയറി മരം വെട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും. അടുത്ത ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൾക്കൊണ്ട് അവർ ഈ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിപ്പോൾ പോലീസ് വന്നിരിക്കുന്നത് എന്താണ്? പോലീസ് ഞങ്ങൾ സമരവുമായി വന്ന് സ്കൂളിന്റെ ഗേറ്റ് രാവിലെ ഉപയോഗിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ വരുന്നത് കൊണ്ട് ഞങ്ങൾ സ്കൂളിനകത്ത് പ്രവേശിപ്പിച്ചു. തടഞ്ഞ സാഹചര്യം ഉണ്ടായില്ല. അതിനുശേഷം ഇന്നിപ്പോൾ HMനെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്തത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉറപ്പ് വന്നിട്ടുണ്ടോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സാന്നിധ്യത്തിലാണ് സ്കൂൾ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നിൽക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മധ്യസ്ഥ ചർച്ച എന്ന നിലയിൽ SHO അടക്കമുള്ളവർ നിന്നുകൊണ്ടാണ് ചർച്ച നടത്തിയത്. ആരാണ് ഇപ്പോൾ കംപ്ലൈന്റ് ചെയ്തേക്കുന്നത്? കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് KCU ആണ്. KCU ഇവിടെ അതുപോലെ തന്നെ അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത് KCU ആണ്. അതെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്കൂൾ അധികൃതർ പഞ്ചായത്തിനും KCBക്കും പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉറപ്പ് സർക്കിളിന്റെ സാന്നിധ്യത്തിലാണോ ചെയ്തത്? അതെ, SHOയുടെ സാന്നിധ്യത്തിലാണ് ചെയ്തത്. അപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട്. നമസ്കാരം സാർ, ഞാൻ ജെയിംസ് കാരൂര്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സാറിനൊന്നും പറയാനില്ലെന്ന്. സാറിന് ഇങ്ങനെയാണോ ഒരാളോട് പറയണ്ടേ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിനൊന്നും പറയാനില്ലെന്ന് സർക്കിൾ പറയുന്നു. അപ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും ഈ സ്കൂളിലെ മരങ്ങളെ മുറിച്ചു മാറ്റണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒന്നും പറയാനില്ലെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പേടിച്ചു പോകുന്നു. അപ്പം അല്ല, സാറെന്താ പറയാനില്ലാത്തേ? സാറിനെന്താ പറയില്ലാത്തേ? സാറെന്താ പറയാത്തേ? ഇദ്ദേഹത്തിനൊന്നും പറയാനില്ലെന്നും യദുകൃഷ്ണൻ വല്ലതും പറയാനുണ്ടോ ഇദ്ദേഹത്തിൻ്റെ നടപടിക്കാതി? പോലീസിനകത്തൊന്നും ചെയ്യാനില്ല. പോലീസിന് ഇതിനകത്ത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ളതേ ഉള്ളത് പോലീസിന്റെ ഭാഗത്ത് അവർ ചെയ്തിട്ടുണ്ട്. മോന് വല്ലതും പറയാനുണ്ടോ? നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സർക്കിളിൻ്റെയും മറ്റു വാഹനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് LP സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ പത്തനാപുരം എന്നുള്ള ബോർഡാണ് കാണുന്നത്. ഏതായാലും ഇതിൻ്റെ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് യദുകൃഷ്ണൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ജെയിംസ് കാരൂർ. ഓക്കെ, താങ്ക് യു.